നാരായണ നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണ ശ്രീ തിരുമംഗലദേവരേ ശരണ ശ്രീ ദക്ഷിണാമൂർത്തി ശരണ സദ്ഗുരുഭ്യോ നമ ഭക്തേഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പ. അച്ഛന് നമസ്കാരം, അമ്മയ്ക്ക് നമസ്കാരം, പിതൃക്കൾക്ക് നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ. ശ്രീമന്നാരായണീയം ദശകം 50 വത്സാസുരവധം ബകാസുരവധം പറയണു. വത്സാസുരൻ ഗോപബാലന്മാരുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള പശുക്കുട്ടികളുടെ ആ ഒരു അടുപ്പം കണ്ടിട്ട് പശുക്കുട്ടികളോട് താല്പര്യമുണ്ട് ഭഗവാന് എന്ന് മനസ്സിലായി. പശുക്കുട്ടികളുടെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കംസന്റെ ആജ്ഞ അല്ലെങ്കിൽ കംസന്റെ ആഗ്രഹം അത് കൃഷ്ണവധാണ്, അത് നടത്താൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പൗണ്ഡ്രകൻ ഭഗവാന്റെ വേഷം കെട്ടി ഭഗവാനിൽ നിന്ന് മുക്തി നേടി. ഭഗവാൻ പാലിക്കുന്നതായിട്ടുള്ള ചെറിയ പശുക്കുട്ടികളെ മേയ്ക്കുന്ന സമയമായിട്ടുള്ളൂ. പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന് ഭഗവാനിൽ നിന്നും മുക്തി നേടി. അങ്ങനെയുള്ള വേഷം കെട്ടലുകാർക്കും ഭഗവാൻ ഈ മുക്തി കൊടുക്കും എന്നത് വത്സാസുര വധത്തെക്കുറിച്ച് അല്ലെങ്കിൽ മുക്തിയെക്കുറിച്ച് നമുക്ക് പറയണം. വധമെന്ന് പറയാറില്ല, ഇതിനൊക്കെ മുക്തി എന്നേ പറയാറുള്ളൂ. വത്സാസുര മുക്തി, ബകാസുര മുക്തി. ബകാസുരൻ ഭഗവാനെ അകത്തേക്ക് കൊത്തി വിഴുങ്ങുകയാണ് ഉണ്ടായത്. അഘാസുരൻ ഈ ബകാസുരൻ്റെ ഒരു സഹോദരനാണ്, അകത്തേക്ക് വിഴുങ്ങുകയാണ് ഉണ്ടായത്. കേശി എന്ന കുതിര ഭഗവാനെ മൊത്തം പറ്റിയില്ല, കൈ മാത്രമേ കിട്ടിയുള്ളൂ. അത് വായയിലേക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും വായയുടെ ഉള്ളിലേക്ക് ആക്കുകയാണ് ഉണ്ടായത്. പലരും ഭഗവാനെ അകത്തേക്കാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നമ്മളെ ഹൃദയത്തിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണു. ഭാവത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാനെ ആവാഹിക്കുന്നത് നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥങ്ങൾ എന്തൊക്കെയോ നടക്കാൻ വേണ്ടിയിട്ട് എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. ഒരു ആഗ്രഹവും ഇല്ലാത്ത ഭാവത്തിൽ ഭഗവാനെ വിളിക്കുന്നതാണ്, ഭഗവാനെ ആശ്രയിക്കുന്നതാണ്, ഭഗവാനെ ആവാഹിക്കുന്നതാണ്, ഭഗവാനെ ഉള്ളിലേക്ക് ആക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. നിഷ്കാമനായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ ഭഗവാൻ സഹായിച്ചില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ കിട്ടിയിച്ചാലോ എന്നുള്ളൊരർത്ഥത്തിലാണ് ഒരു 90% ഭക്തന്മാരും ഭഗവാനെ ആശ്രയിക്കുന്നത്. എന്താ കാര്യസാധ്യം എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം. ഒക്കെ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ, ധനമായാലും വിദ്യയായാലും ജോലിയായാലും കല്യാണമായാലും സന്താനമായാലും ഭഗവാനിൽ നിന്ന് നേടാം, അത്രയേ ഉള്ളൂ. അതിന് ഭഗവാനൊട്ട് എതിർപ്പുമില്ല. അതിൽ ചെറിയ ഒരു ഇതുകൂടി ഒരു നിയമം വെച്ചു ഭഗവാൻ, അന്യനെ ദ്രോഹിച്ചിട്ടാവരുത് എന്ന്. അതേപോലെ കിട്ടുന്നത് മുഴുവൻ എനിക്ക് എന്ന് തെറ്റിദ്ധരിക്കരുത്. മഴ തരുന്നത് ഒരു കണ്ടത്തിലെ ആ നെല്ലിന് മാത്രം ഉള്ളതല്ല, ഒരു വേഴാമ്പലിന് മാത്രം കുടിക്കാനുള്ളതല്ല. ഇത് മനസ്സിലാക്കിയേ വേണ്ടൂ. സൂര്യൻ പ്രകാശം എല്ലാവർക്കുമായിട്ടാണ് തരുന്നത്. അപ്പോൾ കാറ്റായാലും ശരി, വെള്ളമായാലും ശരി, തീയായാലും ശരി, നമ്മെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അഥവാ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും ആ രീതിയിൽ തന്നെയാണ്. അപ്പം അതിനെ ഒന്നിങ്ങനെ മനസ്സിലാക്കി തരാം. ഈ ലീലകളുടെയൊക്കെ ഉള്ളിലെ സാങ്കത്യം ഇതാണ്. അവിടേക്കൊന്ന് എത്തിപ്പെടാനാണ് ലേശം പണി, അത്രയേ ഉള്ളൂ. അപ്പം എങ്ങനെയാ വെച്ചാൽ അത് പറഞ്ഞത് ശരിയായില്ല, ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് നമ്മൾ പറയണേക്കാൾ നല്ലത് ഇതിൽ ഇതാണ് അല്ലേ ഉള്ളത് എന്ന് സ്വയമേവ അതിൻ്റെ മലയാളം എന്തോ
അവനവൻ അറിയുന്ന ഭാഷ ഏതോ അതിൽ എടുക്കുക. ഇംഗ്ലീഷ് വെച്ചാൽ ഇംഗ്ലീഷ്, സംസ്കൃതം വെച്ചാൽ സംസ്കൃതം, മലയാളം വെച്ചാൽ മലയാളം, അല്ല ഹിന്ദി വെച്ചാൽ ഹിന്ദി, തമിഴ് വെച്ചാൽ തമിഴ്, അത്രയേ ഉള്ളൂ. അതെടുക്കുകയാണ് വേണ്ടത്. അതെടുത്തിട്ട് അതിൽ എനിക്ക് എന്ത് ന്യൂനത പറ്റി ഇത് ചിന്തിക്കാറാവണം. അപ്പോൾ കന്മഷം എന്നത് കലിയുടെ നമ്മെ ദ്രോഹിക്കുക, നമ്മെ ബാധിക്കുക എന്ന ഒരവസ്ഥ, അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. അപ്പം അതിനാവണം ഈ വത്സാസുര മുക്തി, ബകാസുര മുക്തി. അസുരന്മാർ, കംസന്റെ ഭൃത്യന്മാർ വന്നിട്ട് ഭഗവാന്റെ അടുത്തുനിന്ന് മുക്തി വരണതും മുക്തി നേടുന്നതും അതൊക്കെ പൂർവ്വജന്മകൃത ബന്ധമാണ്. ഭഗവാന്റെ കൈകൊണ്ട് മുക്തി എന്ന് എന്തൊക്കെയോ ചില മഹാപുണ്യങ്ങൾ നേടിയതായിട്ടുള്ള അവർക്ക് അപ്പോൾ ആ ജന്മത്തിലുണ്ടായ ചെറിയൊരു ഹേളനം കൊണ്ടോ ഒരു അന്യദ്രോഹം കൊണ്ടോ കിട്ടുന്ന ശാപം, അത് ഇപ്രകാരത്തിലാണ് സംഭവിച്ചത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അസുരന്മാരൊക്കെ എന്ന് വിചാരിച്ചിട്ട് അസുരന്മാരുടെ ആസുരത്വത്തെ നമ്മൾ ആ രീതിയിൽ കാണുകയേ വേണ്ട. അവരിവിടെ വന്നത് ഈ പൂർവ്വജന്മകൃത പുണ്യം കൊണ്ടാണ് എന്നും അത് ഭഗവാന്റെ കൈകൊണ്ട് തന്നെ മുക്തി കിട്ടുന്നു എന്നതും അവരുടെ മഹാഭാഗ്യമാണ്. കാരണം ഈ മുക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്യാണ്. ഭഗവാനെ മാത്രമല്ല, ഈ പുണ്യാത്മാവിന് ദേവത്വം കിട്ടി. അങ്ങനെയാണ് സ്വീകരിക്കുന്നത് അവർ. അപ്പോൾ ഈ ആസുരഭാവമൊക്കെ വിട്ടു. അതിനിപ്പോൾ ഹിരണ്യാക്ഷാദികളായാലും വേണ്ടില്ല, എത്ര മഹാസുരന്മാരായാലും. ഇനി അത് ശൈവം, വൈഷ്ണവം, ശാക്തയം വ്യത്യാസമില്ലേ, എല്ലാവരും ഒരേപോലെയാണ്. ദേവി സ്വീകരിക്കുന്നതും ശിവൻ സ്വീകരിക്കുന്നതും വിഷ്ണു സ്വീകരിക്കുന്നതും ഒരേപോലെയാണ്. അപ്പം അത് ഈ ഉൾക്കാഴ്ച എപ്പോഴാണ് വരുന്നത് വെച്ചാൽ അതുവരെ ഭക്തനായിട്ടില്ല എന്ന് തന്നെ അതിൻ്റെ സാരം. ഭക്തനാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ കേൾക്കുക. ഭഗവത് പ്രീത്യർത്ഥം അതാവണം നമ്മുടെ ത്രികരണങ്ങൾ. അപ്പം അതിൽ ഒരു കാര്യമാണ് ഈ ശ്രവണം. അപ്പോൾ ഇതിലെന്താ പറഞ്ഞതെന്ന് നോക്കാം. ഓം ദശകം 50, നാരായണീയം ദശകം 50, വത്സാസുര മുക്തി, ബകാസുര മുക്തി. ശ്ലോകം 1. ഓം തരളമധുകൃത് വൃന്ദേ വൃന്ദാവനേഥ മനോഹരേ പശുപശിശുഭിः സാഗം വത്സാനുപാലനലോലുപാം ഹലധരസഖോ ദേവ ശ്രീമൻ വിചേരിതധാരയൻ ഗവളമുരളീവേത്രം നേത്രാഭിരാമതനുദ്യുതീം. ശ്രീമൻ അല്ലയോ ഭഗവാനെ, ശ്രീക്ക് നാഥനായുള്ള, ശ്രീയുടെ ഉടമയായിട്ടുള്ള, അല്ലയോ ദേവ. അഥ മേപ്പത്തൂര് പറയാണ് ഈ ശ്രീകൃഷ്ണനോട്, തരള മധുകൃത് വൃന്ദേ, വണ്ടിൻ്റെ കൂട്ടത്തോട് കൂടിയിട്ട്, എന്നുവെച്ചാൽ ഈ വനമാലയിൽ നിറച്ച് വണ്ടുകളിൽ നിന്ന് വന്നിരിക്കും തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തരള മധുകൃത് ഈ തേന് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള വൃന്ദം, ആ കൂട്ടം, അത് ഈ തരളമാണ്, കുറച്ച് ഇളകുന്നതായിട്ടെന്നോ അങ്ങനെയൊക്കെ വേണം പറയാനായിട്ട്. ഇളകുന്നതായിട്ടുള്ള, എന്താ ഇളകുക, വണ്ട് സ്വതേ തന്നെ ഇളകിക്കൊണ്ടാണ്, ചിറക് അടി, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ പാറി പറന്നുകൊണ്ട് ഇങ്ങനെയാണല്ലോ വണ്ട്, അതാണ് തരള മധുകൃത് വൃന്ദേ. ഇനി മനോഹരേ, മനസ്സിനെ ഹരിക്കുന്നതായിട്ടുള്ള, എന്നുവെച്ചാൽ അത്രയും സന്തോഷത്തെ തരും, സൗന്ദര്യമുണ്ട്. വൃന്ദാവനെ, ഈ വൃന്ദാവനത്തിൽ പശുപ ശിശുഭി സാഗം, പശുപനായിട്ടുള്ള ഭഗവാൻ ശിശുഭി കുട്ടികളോട് കൂടിയിട്ട്, സാഗം ഒന്നിച്ച് എന്ന് സാരം. പശുപനായിട്ടുള്ള ഗോപകുമാരന്മാർ ആണ് ഭഗവാനും അതെ, കൂട്ടുകാരും അതെ. അപ്പോൾ ആ പശുക്കുട്ടികളെ മേയ്ക്കുന്നതായിട്ടുള്ള ആ ഗോപകുമാരന്മാരുടെ ഒപ്പം ഭഗവാനും ആ പണി തന്നെ ചെയ്യണം. അപ്പോൾ അവർ എല്ലാവരും കൂടിയിട്ട് എന്ന് സാരം. വത്സാനുപാലന ലോലുപ,
പശുക്കുട്ടികൾ, വത്സ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ. അനുപാലന ലോലുവ, പാലിക്കുക എന്ന അത് താല്പര്യം, അത് തുടർച്ചയായിട്ട് പാലിക്കുക, അനുപാലനം അതാണ്. വേണ്ടത് വേണ്ടപ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റണം, അതാണ് അനുപാലനം. എല്ലായ്പ്പോഴും പശുക്കളെ നോക്കും, അതല്ല പശുക്കൾക്ക് ഇപ്പോൾ ഒരു ആവശ്യമാണ് വേണ്ടത് വെച്ചാൽ മറ്റ് സമയത്ത് വേറൊരു ആവശ്യമാണ് വേണ്ടത്. വെള്ളം കുടിക്കാനാവും, അല്ലെങ്കിൽ പുല്ല് തിന്നാനാവും, അല്ലെങ്കിൽ കാല് മേയണം. അപ്പോൾ ഇങ്ങനെ കാല് പേരുക എന്നാണ് പറയുക. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം വേണം. തൊഴുത്തിലിട്ടിട്ട് വെള്ളവും പുല്ലും കൊടുത്തു കഴിഞ്ഞാലും പശുക്കൾക്ക് വേണ്ടത്ര ആവില്ല. അതേപോലെ സ്നാനം, കുളിപ്പിക്കണം. പിന്നെ വല്ലാണ്ട് ചൂട് പറ്റില്ല, വലിയ തണുപ്പും പറ്റില്ല ഇവർക്ക്. അപ്പോൾ ആ മൃഗത്വം അതിനെ സംരക്ഷിക്കണം, അതാണ് അനുപാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധിയുണ്ട്. അങ്ങനെ വത്സ അനുപാലന ലോലുവ. ഇനി പശുക്കളെ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ വത്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ എന്ന അർത്ഥം, പശുക്കുട്ടികളെന്ന അർത്ഥം. നമ്മളൊക്കെ മൃഗം ആണ് ശരിക്കും, ജന്തുലോകത്തിൽപ്പെട്ടതാണ്. ഇപ്പം ജന്തുലോകത്തിൽപ്പെട്ട എല്ലാവരെയും അനുപാലനം ചെയ്യുകയാണ് പരിപാലകനായിട്ടുള്ള ഈ ഭഗവാൻ. ആ ഭഗവാന്റെ ഒരു രൂപമാണ് സകല സ്വരൂപമായിട്ട് ഈ ശ്രീകൃഷ്ണൻ. അത് വയസ്സെത്രയെന്നുള്ള പ്രശ്നമല്ല. ഗവളം മുരളി വേത്രം, ഗവളം മുരളി വേത്രം 3 സാധനം. കൊമ്പ്, വേണു എന്ന് വെച്ചാൽ ഓടക്കുഴല്, പിന്നെ ഒരു വടി, ചൂരലിൻ്റെ ഒരു വടി. പശുക്കളെ മേയ്ക്കാൻ ഒരു വടി വേണം, അത്രേ ഉള്ളൂ, മുടിയും പോലെ. അതുപോലെ ഗവളം എന്നുള്ളതൊരു ഈ പശുക്കളുടെ വീണ് പോയ കൊഴിഞ്ഞ കൊമ്പ്, അതിനൊരു ദ്വാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വിളിക്കാൻ പറ്റും, കൊമ്പൂത്ത്. ആ കൊമ്പ് നമ്മൾ പഞ്ചവായത്തിനൊക്കെ കൊമ്പ് കാണുന്നുണ്ടോ, അത് ഓട് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയത്, പിച്ചളെ ഓടൊക്കെ അതുകൊണ്ടാവും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിൻ്റെ ഈ ഊതാനുള്ള സാധനം പ്രത്യേകമായിട്ട് പിടിപ്പിച്ചതുമാവും. ഇതിന് അതില്ല, ചിലപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഒരു തുള, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ തുള തന്നെ ഈ കൊമ്പാണ് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ തുളയായിട്ട് അങ്ങനെ വിളിക്കാൻ പറ്റും. അതാണ് ഗവളം. ഗവളം, മുരളി, ഓടക്കുഴല്, പിന്നെ വേത്രം, ഒരു വടി, ധാരയൻ ധരിച്ചുകൊണ്ട്, നേത്രാഭിരാമ തനുദ്യുതി, നേത്ര അഭിരാമ തനുദ്യുതി, നേത്രങ്ങൾക്ക്, കണ്ണുകൾക്ക് അഭിരാമം, സന്തോഷത്തെ തരുന്നതായിട്ടുള്ള തനു, ശരീരം, അതിൻ്റെ ദ്യുതി, അതിൻ്റെ പ്രകാശം. അപ്പോൾ ഭഗവാൻ തൻ്റെ ഈ ശരീരത്തെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന ആകർഷണ ശക്തിയോട് കൂടിയിട്ട്, ശരീരകാന്തിയോട് കൂടിയിട്ട്, ത്വം ഹലധര സഖ, ഹലം ധരിച്ചതായിട്ടുള്ള, ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ, ആ കലപ്പ ധരിച്ചതായിട്ടുള്ള ഭഗവാൻ ബലരാമൻ, ഏട്ടൻ. അപ്പോൾ ആ സംഘർഷണമൂർത്തിയും ഒപ്പം സഖ, ബലരാമനും ഉണ്ട്, സഖാക്കളും ഉണ്ട്. അപ്പോൾ ബലരാമൻ ഒന്നിച്ച് വിചേരിത, ബലരാമനോട് കൂടി എന്ന സഖാത്വത്തിന് അങ്ങനെയുണ്ട്. ബലരാമൻ ഹലധര സഖ എന്ന് പറയുമ്പോൾ ബലരാമനോട് കൂടി, ബലരാമനെയും സഖാവായിട്ട് തന്നെയാണ് കൂടെ ഒപ്പം കൂടുന്നവരെ. അങ്ങനെയുള്ള ആ ഭഗവാൻ വിചേരിത, അങ്ങനെയാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഭഗവാൻ ഈ ധാരാളം മാലകളെ തൊട്ടുള്ള, പുഷ്പമാലകളെ തൊട്ടൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിൻ്റെ കൂട്ടങ്ങൾ ഒന്നിച്ച് വരും ആ തേൻ കുടിക്കാനായിട്ട്. അതും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെ ഈ വൃന്ദാവനത്തിൽ നിറച്ച് പൂക്കളാണ്, അവിടെ നിറച്ച് വണ്ടുകളുണ്ടാവും. അതിൻ്റെ ഓങ്കാര ധ്വനി അതിങ്ങനെ ഉണ്ടാവും. അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. പൂക്കളെയും വണ്ടുകളെയും കാണാൻ വലിയ ഭംഗിയാണ്. കളറ് അനവധി കളർഫുള്ളാണ്. അതേപോലെ പൂമ്പാറ്റകളൊക്കെ ധാരാളം ഉണ്ടാവും, ഷഡ്പദങ്ങൾ ധാരാളം ഉണ്ടാവും. അങ്ങനെ ആ കാഴ്ച തന്നെ ഒരു പ്രത്യേകം, വിവിധങ്ങളായിട്ടുള്ള കളറുകളും അങ്ങനെയുള്ള പൂക്കളും ഇലകളായാലും അതേപോലെ തന്നെ. ഒപ്പം ഈ പാറി പറക്കുന്നതായിട്ടുള്ള പ്രാണിവർഗങ്ങളും. അങ്ങനെയുള്ള ആ വൃന്ദാവനം അതിമനോഹരം എന്നേ പറയാൻ നിർത്തിയുള്ളൂ. അവിടെയാണ് ഭഗവാൻ ഈ ഗോപകുമാരന്മാരോട് കൂടിയിട്ട് പശുക്കളെ പരിപാലിക്കുക എന്ന, പശുക്കുട്ടികളെ മേയ്ക്കുക എന്ന രീതിയിൽ ഭഗവാന്റേതായിട്ടുള്ള വേഷത്തിൽ ഒരു ഓടക്കുഴലുണ്ട്, ഒപ്പം കൊമ്പ് ഉണ്ട്, അതേപോലെ ഒരു വടിയുണ്ട്. ഇങ്ങനെ ബലരാമൻ്റെ ഒപ്പം മറ്റു കൂട്ടുകാർക്കൊപ്പം ഭഗവാൻ സഞ്ചരിക്കുന്നു.
ഇപ്പോൾ കൂട്ടുകാരുണ്ട്, ഏട്ടനുണ്ട്, പശുക്കുട്ടികളുണ്ട്, വേഷവിധാനം ഇതാണ്. അതേപോലെ അതിമനോഹരമായിട്ടുള്ള വൃന്ദാവനത്തിൻ്റെ അന്തരീക്ഷം. തരള മധുകൃത് വൃന്ദേ വൃന്ദാവനെ അഥ മനോഹരെ പശുപ ശിശുഭി സാകം വത്സ അനുപാലന ലോലുവ ഹലധര സഖ ദേവ ശ്രീമൻ വിചേരിത ധാരയൻ ഗവള മുരളി വേത്രം നേത്ര അഭിരാമ തനു ദ്യുതി. ശ്രീമൻ ദേവ അഥ തരള മധുകൃവൃന്ദേ മനോഹരേ വൃന്ദാവനെ പശുപ ശിശുഭി സാകം വത്സാനുപാലനലോലുഭ ഗവളമുരളീവേത്രം ധാരയൻ നേത്രാഭിരാമ തനുദ്യുതി ത്വം ഹലധര സഖ വിചേരിത. ഏട്ടനോട് കൂടിയിട്ട് സഞ്ചരിച്ചു പശുപാലനത്തിന് വേണ്ടിയിട്ട്. തരള മധുകൃവൃന്ദേ വൃന്ദാവനേഥ മനോഹരേ പശുപ ശിശുഭി സാകം വത്സാനുപാലനലോലുപ ഹലധര സഖോ ദേവാ ശ്രീമൻ വിജേരിത ധാരയൻ ഗവളമുരളീവേത്രം നേത്രാഭിരാമ തനുദ്യുതി. വിഹിത ജഗദീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ ന ബഭൗ സമ്പൽ സംഭൂരിതം തരുവല്ലരീ സലിലധരണീ ഗോത്രക്ഷേത്രാധികം കമലാപദേ. കമലാപദേ ലക്ഷ്മീപദേ എന്ന് സാരം. ത്വയി ലക്ഷ്മീനാഥനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് വിഹിത ജഗതീരക്ഷം, ജഗതീരക്ഷം ജഗത്തിനെ രക്ഷിക്കുന്നതായിട്ടുള്ള അത് വിഹിതമായിട്ട് ചെയ്യുന്നു എന്നാണ്. നമുക്ക് വിധിച്ചതായിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുക, സ്വീകരണങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടതിനെയൊക്കെ സ്വീകരിക്കണം. കണ്ണുകൊണ്ട് കാണുന്നത് സ്വീകരണമാണ്, കേൾക്കുന്നത് സ്വീകരണമാണ്, ആഹരിക്കുന്നത് സ്വീകരണമാണ്, ദാനം വാങ്ങുന്നത് സ്വീകരണമാണ്. അപ്പോൾ വിഹിത ജഗതീരക്ഷം, ഇവിടെ രക്ഷിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നതായിട്ടുള്ള വിഹിതം ആണ്. അപ്പോൾ ഭഗവാൻ ജഗത്തിനെ രക്ഷിക്കുന്നയാളാണ്. ലക്ഷ്മി കരാംബുജലാളിതം, ലക്ഷ്മിയുടെ ഈ താമര കൈകളെ കൊണ്ട് ലാളിക്കുക എന്നത് സ്വീകരിക്കുന്ന ഭാവമാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനല്ല, വിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കൊക്കെ. ലക്ഷ്മി കരാംബുജലാളിതനായിട്ടുള്ള ഭഗവാനെ അങ്ങ് ചരണദ്വന്ദ്വം, രണ്ട് കാലുകളും പാവനെ പരിശുദ്ധമായിട്ടുള്ള വൃന്ദാവനെ, ആ വൃന്ദാവനത്തില്. അവിടെ രണ്ടർത്ഥം. വൃന്ദാവനം പരിശുദ്ധമായത് ഗോലോകത്തിൽ വന്നത് കൊണ്ട് സ്വയമേവ തന്നെ പരിശുദ്ധമാണ്. ഈ ഭൂമിയിലെത്തിയ വൃന്ദാവനത്തില് ഭഗവാന്റെ തൃക്കാലുകൾ പതിഞ്ഞപ്പോൾ അത് പുത്തനാക്കി തീർത്തു. ഭഗവാന്റെ കാലുകൾ എന്നും പുത്തനാണ്. എല്ലാവരും അത് കണ്ണീര് കൊണ്ടും തീർത്ഥജലം കൊണ്ടും കഴുകി ആ തീർത്ഥത്തെ സ്വീകരിക്കുന്ന, ഭഗവത് അനുഗ്രഹമായിട്ട് കണക്കാക്കുന്ന, അതേപോലെ ആ പാദത്തെ പൂജിക്കുന്ന, പാദത്തെ മാത്രം ആശ്രയിക്കുന്ന, അങ്ങനെ പല ഭാവങ്ങളാണ് ആ പാദത്തിന്. അപ്പോൾ ആ പാദം എല്ലാ അർത്ഥത്തിലും അത് സ്വതവേ തന്നെ പുത്തനാണ്, എല്ലായ്പ്പോഴും പുത്തനാക്കി തീർക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചരണദ്വന്ദ്വം പാവനെ വൃന്ദാവനെ, ഈ വൃന്ദാവനത്തിൽ ദദതി പതിപ്പിച്ചപ്പോൾ, ഭഗവാന്റെ തൃപ്പാദം വൃന്ദാവനത്തിൽ പതിച്ചപ്പോൾ, ദദതി പതിപ്പിച്ചപ്പോൾ തരുവല്ലരി സലില ധരണീ ഗോത്ര ക്ഷേത്രാധികം, തരു വൃക്ഷം, അതേപോലെ വല്ലരി വള്ളികൾ, സലിലം ജലം എന്ന് വെച്ചാൽ ഈ കാളിന്തി നദി, ധരണി ഭൂമി, ഗോത്രം അത് പർവ്വതാവാം, മറ്റേ ക്ഷേത്രാവാം, അതേപോലെ വള്ളിക്കുടലിൻ്റെ ഉള്ളിലുള്ള ആ ഭൂമി. ഭൂമിക്ക് പലതര അവസ്ഥകളുണ്ടല്ലോ. മരത്തിൻ്റെ തണലാച്ചാൽ അവിടെ മരത്തണലുള്ള ഭൂമി, ഗുഹ ആണെച്ചാൽ അതൊരു ഭൂമിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ ഭൂമിയിലുള്ള ഏതും വിവിധങ്ങളായിട്ടുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. ആ പ്രദേശങ്ങൾ മുഴുവൻ ഭഗവാന്റെ തൃപ്പാദം പതിഞ്ഞത് കൊണ്ട് അവിടെയൊക്കെ പുത്തനായി തീർന്നു. അതൊക്കെ കുറച്ചൊരു
ഈശ്വരഭാവം കൂടി അതുകൊണ്ട് വന്നു. പുണ്യം കിട്ടിയെന്ന് സാരം, അതാണ്. അങ്ങനെ ക്ഷേത്രാധികം കിമിവ. അപ്പോൾ ക്ഷേത്രം എന്നുള്ളത് വെറും ഒരു ദേവാലയം മാത്രമല്ല. ബ്രാഹ്മണർ വധിച്ച ഗ്രന്ഥാലയം, വിദ്യാലയം, അതൊക്കെ സ്വതേ ക്ഷേത്ര. നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഇരിക്കുന്ന നമ്മുടെ ശരീരവും ക്ഷേത്ര. അപ്പോൾ ക്ഷേത്രസങ്കല്പത്തിന് വലിയ അർത്ഥമുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്, ക്ഷതാത് ത്രായതേ ഇതി. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. വിദ്യാലയമായത് വിദ്യ ഇല്ലാത്ത ആളുകൾക്ക്, വിദ്യ ഉണ്ട്, ഒളിഞ്ഞു കിടക്കുകയാണ്, അത്രയേ ഉള്ളൂ. വിദ്യ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, ഇല്ലാത്ത വിദ്യ, ഓർമ്മയില്ലാത്ത ആ വിദ്യ തരാൻ വേണ്ടിയിട്ട് ഉള്ള ആലയം ആണ്, വാസസ്ഥലമാണ്. അപ്പോൾ വിദ്യ നേടുന്നത് വരെ അവിടെ വേണമെന്നാ. അങ്ങനെ വിദ്യാലയമായാലും അമ്പലമായാലും നദീതീരമായാലും ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള പ്രവൃത്തികൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുമ്പോൾ റിട്ടേൺ കിട്ടാനുണ്ട്. ആ റിട്ടേൺ കിട്ടുന്നത്, തരുന്നതൊക്കെ ക്ഷേത്രമാണ്. ആ സ്ഥലത്തെ ക്ഷേത്രം എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഈ വൃക്ഷമായാലും വേണ്ടില്ല, വള്ളിയായാലും വേണ്ടില്ല, ജലമായാലും വേണ്ടില്ല, ഭൂമിയായാലും വേണ്ടില്ല, പർവ്വതമായാലും വേണ്ടില്ല, നദിയായാലും വേണ്ടില്ല, ഈ പുൽമേട്, മറ്റേ പുളിന മണത്തിട്ട്, ഈ കാളിന്തി നദിയുടെ ഈ മണത്തിട്ട് എന്നല്ല, ആ തീരം മുഴുവൻ ഒക്കെ പുളിനം എന്നാ പറയും. അതേപോലെ ഈ പുൽത്തട്ടുകൾ ധാരാളം ഉണ്ടാവും. അതിങ്ങനെ ചില ഉയർന്ന പ്രദേശം, ചില താണ പ്രദേശം, അങ്ങനെ ഇങ്ങനെ ഇത് മുഴുവൻ ഈ ക്ഷേത്രാദികളെല്ലാം കിമിവ സമ്പൽ സമ്പൂരിതം. ഇതൊക്കെ എത്രത്തോളം സമ്പത്തിനെ കൊണ്ട് നിറഞ്ഞു പറയാൻ നിർത്തിയില്ല. അതായത് ഇപ്പോൾ മരങ്ങളിലാണ് വെച്ചാൽ ധാരാളം പഴങ്ങൾ, ധാരാളം ഇല, അതുപോലെ യൗവനം. എപ്പോഴും മരങ്ങൾക്ക് യൗവനം ഉണ്ടെങ്കിലാണ് അതിൻ്റെ ധാരാളം ഇല കാണുക, പഴങ്ങൾ ധാരാളം കാണുക. അപ്പോൾ മാവാണെച്ചാൽ നിറച്ച് മാങ്ങ, അതേപോലെ നിറച്ച് ഇല. ഇനി വള്ളികളാണെച്ചാൽ അതിൽ നിറച്ച് ഇലകൾ, പൂക്കൾ, പിന്നെ പഴങ്ങൾ. പഴങ്ങൾ തരാത്തപ്പോൾ മറ്റേ മുല്ലവള്ളിക്കാണെച്ചാൽ പഴമില്ല, കോവയ്ക്കാണെച്ചാൽ അത് കായയാണ്, അതിന് പഴത്തിന് അത്ര സ്വാദില്ല. പക്ഷേ കായ അങ്ങനെ അല്ല, ഇനി അതിഗംഭീര ആണ്. എല്ലാം വള്ളി തന്നെയാണ്, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ മരത്തിനും വള്ളികൾക്കും ചെടികൾക്കും ഈ വ്യത്യാസങ്ങൾ കാണാം. പൂച്ചെടികളുണ്ട്, ഫലം തരുന്ന ചെടികളുണ്ട്. മുളകും ചെടി തന്നെയാണ്, വ്യത്യാസം നമുക്ക് മനസ്സിലാവും. കുരുമുളക് വള്ളിയാണ്, കോവയ്ക്ക വള്ളിയാണ്, രണ്ടിൻ്റെ ഉപയോഗം രണ്ടാ. മുല്ല വള്ളിയാണ്, വേറൊരു ഉപയോഗമാണ്, അതാണ്. വെള്ളരി വള്ളിയാണ്, അത് ഫലമാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ, ഇത് നാനാത്വം പ്രകൃതിയിലുള്ളതാ, ഭഗവാൻ തന്നതാ. നമ്മളതിനെ ഒന്നിങ്ങനെ നിരീക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലളിതമായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മാക്സിമത്തിൽ പലതുമുണ്ട്. അവിടേക്ക് നമ്മുടെ ശ്രദ്ധ എത്താൻ നമുക്ക് കുറച്ചുകൂടി വിദ്യ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനാൽ തരപ്പെട്ടതാണ്. അത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ പുത്തനായിട്ട് തീർന്നു, കൗതുകമുണ്ടായി, അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാറുമായി. ഇങ്ങനെ തരുവല്ലരി സലില ധരണി ഗോത്രക്ഷേത്രാധികം കിമിവ സമ്പൽ സമ്പൂരിതം ന ബഭൗ. സംഭവിച്ചില്ല, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു എന്നാണ്. ഭഗവാനെ കമലാപദേ ത്വയി വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ചരണദ്വന്ദ്വം പാവനെ വൃന്ദാവനെ ദദതി തരുവല്ലരി സലില ധരണി ഗോത്ര ക്ഷേത്രാധികം കിമിവ സമ്പൽ സമ്പൂരിതം ന ബഭൗ. അല്ലയോ ഭഗവാനെ ലക്ഷ്മി വല്ലഭ. ലക്ഷ്മി വല്ലഭ എന്ന് വിളിച്ചുകൊണ്ടാണ്. കാരണം ഇവിടെ മുഴുവന് ഐശ്വര്യമാണ്, സമ്പത്താണ്. ലോകരക്ഷ ചെയ്യുന്നതായിട്ടുള്ള ഭഗവാനെ അങ്ങ് ലക്ഷ്മിയുടെ ഈ തൃക്കരങ്ങളെ കൊണ്ട്, താമര കൈകളെ കൊണ്ട് എല്ലാ ശുശ്രൂഷകളും സ്വീകരിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ഏറ്റവും കോമളങ്ങളായിട്ടുള്ള താമരക്കാലുകൾ ഈ പരിശുദ്ധമായിട്ടുള്ള വൃന്ദാവനത്തിൽ പതിപ്പിച്ചപ്പോൾ എല്ലാവരും അതിൻ്റെ സുഖത്തെ സ്വീകരിച്ചു, അതിൻ്റെ പുണ്യത്തെ സ്വീകരിച്ചു. അതുകൊണ്ട് പുത്തനായി തീർന്നു. അതിൻ്റെ സമ്പത്തിനെ, അതിൻ്റെ വർധനവിനെ, വൃദ്ധിയെ സ്വീകരിച്ചു. വൃക്ഷായാലും വള്ളിയായാലും ജലായാലും ഭൂമിയായാലും പർവ്വതമായാലും വയലായാലും കാടായാലും നാടായാലും മേടായാലും പുളിനായാലും ഒക്കെ
അത് സമ്പത്ത് കൊണ്ട് നിറഞ്ഞു എല്ലാം ശോഭിക്കുകയും ചെയ്തു. വിഹിത ജഗതി രക്ഷം ലക്ഷ്മി കരാംബുജ ലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനെ ത്വയി പാവനെ കിമിവ ന ബഭൗ സമ്പദ് സമ്പൂരിതം തരു വല്ലരി സലില ധരണി ഗോത്ര ക്ഷേത്രാധികം കമലാപദേ. ദദതി എന്ന് വെച്ചാൽ കാല് പതിച്ചപ്പോൾ എന്നാണ്, പതിപ്പിച്ചപ്പോൾ എന്നാണ്, കാല് വെച്ചപ്പോൾ എന്ന് അത്രയാണ്. ദദതി വെച്ച് കഴിഞ്ഞപ്പോൾ പാവനം ശുദ്ധമാക്കുക. വിഹിത ജഗതി രക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനെ ത്വയി പാവനെ കിമിവ ന ബഭൗ സമ്പൽ സമ്പൂരിതം തരുവല്ലരി സലിലധരണി ഗോത്രക്ഷേത്രാധികം കമലാപദേ. ഇവിടെ മുഴുവൻ വിഷ്ണുമയം ആണ് എന്ന്. ഇവിടെ ഉദാഹരണമായിട്ട് ഒരു ശ്ലോകത്തെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് ഒരു വേദസൂക്തത്തെയാണ്, അല്ലെങ്കിൽ ഒരു ഉപനിഷത്തിലെ ഒരു കാര്യമാണ്. പുരുഷ സൂക്തായാലും നാരായണ സൂക്തമായാലും നാരായണ ഉപനിഷത്തായാലും ഇതം വിഷ്ണുർ വിചക്രമേ ത്രേധാനി ദധേ പദം സമൂൽക്കമസ്യ പാംസുരേ. വിഷ്ണു സൂക്തത്തിലെ ഒരു ഋക്കാണ്. അപ്പോൾ ഭഗവാൻ സൂര്യനാരായണനായിട്ട് ഈ ഭൂമിയിലേക്ക് എന്തൊക്കെയാണോ കൊടുക്കുന്നത് മുകളിലിരുന്നു കൊണ്ട്, അത് സൂര്യനിൽ നിന്നും ഈ ഭൂമിയിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാറ്റിനെയും ഒരേപോലെ പ്രകാശിപ്പിച്ചു കൊള്ളുന്നു. ആ തേജസ് വിഷ്ണു തന്നെയാണ് തേജസ്സായിട്ട് അതിൽ കുടികൊള്ളുന്നത്. വിശ്വം വിഷ്ണു വൃഷക്കാര. അങ്ങനെയുള്ള ഭഗവാൻ സൂര്യനാരായണൻ തന്നെയാണ്. സൂര്യനുമാണ്. ആ നാരായണൻ സൂര്യനായിട്ട് വന്നതാണ്. അപ്പോൾ സൂര്യനാരായണനാണ്. ആ ഭഗവാൻ കശ്യപൻ്റെയും അതിഥിയുടെയും അതേപോലെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ മുഴുവൻ ചെയ്യുന്നതായിട്ടുള്ള ഭാവത്തിൽ, അങ്ങനെയുള്ള അതിഥിയുടെ പുത്രനായതുകൊണ്ട് ആദിത്യനായിട്ട് തീർന്നു. അതേപോലെ എല്ലാ ദിക്കിലേക്കും ചെല്ലുക എന്നത് ഭഗവാൻ തൻ്റേതായിട്ടുള്ള ഈ തേജസ്സിനെയാണ് ഓരോരുത്തരേക്കും എത്തിച്ചത്. ആ ഭഗവാന്റെ സൂര്യഭഗവാന് പാദവും അങ്ങനെയൊന്നുമില്ല. പക്ഷേ സകല സ്വരൂപം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ വന്ന ഭഗവാന് പാദമുണ്ട്. ആ പാദം ഭഗവാൻ അത് ഭഗവാന്റെ ശരീരത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുവാൻ ചലിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് വെച്ചതെങ്കിൽ നമുക്ക് ആ പാദത്തെ മറ്റൊരു തോണിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാങ്കലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നു. ഈ പാദധൂളി അല്ലെങ്കിൽ ആ പാദം പതിയാത്തതായിട്ടുള്ള സ്ഥലം അത്ര പുണ്യമില്ല. ഭഗവാൻ ആദിത്യൻ്റെ ഈ കിരണം പതിക്കാത്ത സ്ഥലം അത്ര ശുദ്ധമാവുകയില്ല. സൂര്യപ്രകാശം തീരെ കടക്കാത്തതായിട്ടുള്ള ഒരു സ്ഥലം എത്ര എങ്ങനെയൊക്കെ നേരെയാക്കിയാലും അത് അത്രത്തോളം അങ്ങോട്ട് നേരെയാവില്ല. അല്ലെങ്കിൽ അവിടെ എന്ത് വേണം? ഒന്നുകിൽ രത്നം വേണം, അല്ലെങ്കിൽ ഭഗവത് സാന്നിധ്യം വേണം, ഒരു പ്രതിഷ്ഠ വേണം. അത്രയും സമയം അവിടെ എന്തൊക്കെയോ ചിലത് തേജസ്സായിട്ട് നമ്മൾ അവിടെ എത്തിക്കണം. അതിനെ പ്രോജ്വലിപ്പിച്ചു കൊണ്ടിരിക്കണം, പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. സൂര്യനുണ്ടെങ്കിലോ അതില്ലെങ്കിൽ തന്നെ ഏറെക്കുറെയൊക്കെ അത് ശുദ്ധമാക്കി തീർക്കും. അതാണ് സൂര്യൻ്റെ പ്രത്യേകത. അതാണ് ദേവത. അവിടെ ഈ ഭഗവാന്റെ പാദധൂളി പതിഞ്ഞത് കൊണ്ട് വൃന്ദാവനം മുഴുവൻ, വൃന്ദാവനമല്ല, ഭഗവാൻ എവിടെയാണോ തൻ്റെ കാല് പതിച്ചത് അവിടെ നമ്മുടെ ഹൃദയത്തിലാണെച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധമായി തീരുമെന്ന് സാരം. അതാണ് ഈ അനുഗ്രഹത്തെ ഭഗവാനിലൂടെ നമ്മിലേക്ക് എത്തിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ്. സർവം ഭഗവാനാണ്, ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്, ഭഗവാൻ തന്നെയാണ് പരിപാലിക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്, നമ്മളും അതിൽ പെട്ടതാണ്. ഒടുക്കം നമ്മൾ ഇല്ലാണ്ടാവുമ്പോൾ ഭഗവാങ്കൽ തന്നെയാണ് ചെന്ന് ചേരുന്നത്. നമ്മൾ മാത്രമല്ല ഈ കാണപ്പെടുന്നതൊക്കെ. അതുതന്നെയാണ് ഭഗവാൻ ബ്രഹ്മാവിനോട് അഹമേവാസമേവാഗ്രെ നാന്യജൽ സരസത്പരം പശ്ചാത്തഹം യഥേതച്ച യോഗശിഷ്യത് സ്വസ്മ്യഹം എന്ന്
ചതുശ്ലോകി ഭാഗവതത്തിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഈ ശ്ലോകം പറഞ്ഞത്. സർവം ഖല്യുതം ബ്രഹ്മ, സർവം ഖല്യുതമേവാഹം നാന്യതസ്യ സനാതനം. അത് ദേവിയുടെ വാക്കായിട്ട് ദേവി ഭാഗവതത്തിൽ. അതിപ്പോൾ മഹാദേവനായാലും അതെ, ശിവനായാലും അതെ, ഈ വിഷ്ണു ആയാലും അതെ, ഗണപതി ആയാലും അതെ, അയ്യപ്പനും എല്ലാവരും അതെ, ഒരേപോലെ ഒരു വ്യത്യാസമില്ല. ബ്രഹ്മം എന്ന അവസ്ഥയിൽ അപ്പോൾ ആ ഭഗവാനാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് സ്വീകരിക്കാൻ അർഹതയുള്ള അവരെ തന്നെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ഇവിടെ വന്ന് വിഹരിക്കുന്നത്. ഇനി ഇത് സ്മരിച്ചാലാണ് നമ്മളെ പോലെയുള്ളവർക്ക് മുക്തി കിട്ടുക. അതാണ്, അപ്പം അത് പറയാനാണ്. വിഹിത ജഗതീരക്ഷം ഒരൊറ്റ വാക്കാണ്. ഭഗവാനെ രക്ഷിക്കുക ഭഗവാനാൽ രക്ഷിക്കപ്പെടുക. അത് ഭഗവാൻ സ്വയമേവ ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് വിഹിത ജഗതീരക്ഷം. ജഗത്തിൻ്റെ രക്ഷ ഭഗവാനാണ് ചെയ്യുന്നതെന്ന് ഭഗവാന് തന്നെ ബോധ്യത്തോടു കൂടിയിട്ട് ഭഗവാൻ നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ ന ബഭൗ സമ്പൽ സംഭൂരിതം തരുവല്ലരീ സലില ധരണി ഗോത്ര ക്ഷേത്രാധികം കമലാപദേ. ഇങ്ങനെ 2 ശ്ലോകങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി 3ാമത്തെ ശ്ലോകം നമുക്ക് അടുത്തേക്ക് പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ